ഇനി നമുക്ക് നേരെ മധ്യകേരളത്തിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ സുധീഷ് ഗോപാൽ കുറേ നേരമായി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് അവിടുത്തെ ആഘോഷങ്ങളുടെയൊക്കെയും ഒരു വിശദാംശങ്ങൾ നൽകാൻ. സുരേഷ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയൊക്കെയാണ് ആ ഒരു കൊച്ചി മഹാനഗരം, കൊച്ചി നഗരം ഈ ആഘോഷത്തിനായി ഒരുങ്ങിയിട്ടുള്ളത്? പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിലെ ആഘോഷങ്ങളൊക്കെയും അത്രത്തോളം പ്രശസ്തവുമാണ്. അവിടുത്തെ ഒരുക്കങ്ങളും സംവിധാനങ്ങളും ഒക്കെ എങ്ങനെയാണ്? കെ പി സുരേഷ്, ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നിരവധി ഇടങ്ങളിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. എന്നാൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിലും അതോടൊപ്പം തന്നെ വെളി ഗ്രൗണ്ടിലും നടക്കുന്ന ഈ ന്യൂ ഇയർ ആഘോഷം തന്നെയാണ്. ഇവിടെ പപ്പാഞ്ഞിയെ ഒരുക്കി അത് കത്തിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ വിഷമങ്ങളും എല്ലാം തന്നെ ഒഴിവാക്കി വലിയൊരു പുതുത്തൻ പ്രതീക്ഷയുമായി നവവത്സരത്തെ സ്വീകരിക്കുന്ന ഒരു ആഘോഷ ചടങ്ങ് തന്നെയാണ് നടക്കുന്നത്. ഇതിന് സംസ്ഥാനത്തിൻ്റെ അടക്കം മറ്റു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശികളും അടക്കം ഇവിടെ എത്തിച്ചേരുന്ന ഒരു വലിയ ആഘോഷ പരിപാടി. ഇവിടെ ഇപ്രാവശ്യം ഏറ്റവും പ്രധാനമായും ഈ പോലീസ് ഗ്രൗണ്ടിലാണ്, പരേഡ് ഗ്രൗണ്ടിലാണ് ഇത്തരത്തിൽ ആഘോഷം നടക്കുന്നത്. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 70,000-ഓളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗ്രൗണ്ടാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് വളരെയധികം ആൾക്കാരാണ്. അതായത് 5 ലക്ഷത്തോളം പേർ എത്തിയെന്നാണ് അനൗദ്യോഗികമായി കഴിഞ്ഞ തവണത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചില തിക്കും തിരക്കും നിരവധി പേർക്ക് പരിക്കുണ്ടാകുന്നത് അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ അതും ഇപ്പോൾ കളമശ്ശേരിയിലുണ്ടായ ഒരു തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ ആ ഒരു ദുരന്തം കൂടെ കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഗതാഗത നിയന്ത്രണങ്ങളുണ്ട്, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനടക്കമുള്ള പ്രത്യേക സംവിധാനമുണ്ട്, ആൾക്കാരെ കയറ്റുന്നതിനുള്ള സംവിധാനമുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു തിരക്കുണ്ടായാൽ പിന്നീട് ആൾക്കാരെ കടത്തിവിടാതെ അതിനെ നിയന്ത്രിച്ച് നിർത്തും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒഴുക്ക് ഏതാണ്ട് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ആൾക്കാർ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ ഓരോ വർഷവും കഴിയുന്നത്. അത് തന്നെ ഇപ്രാവശ്യവും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ പപ്പാഞ്ഞിയെ ഒരുക്കിയിട്ടുണ്ട്. അത് കത്തിച്ചുകൊണ്ടാണ് ഈ ആഘോഷത്തിന് പരിസമാപ്തിയാവുന്നത്. അതിനുശേഷം ആൾക്കാർക്ക് മടങ്ങിപ്പോകുന്നതിന് തിക്കും തിരക്കും ഉണ്ടാകാതിരിക്കാൻ തൊട്ട് പിന്നാലെ തന്നെ ഇവിടുത്തെ ബാരിക്കേഡുകളെല്ലാം നീക്കുകയും മറ്റ് തടസ്സങ്ങളെല്ലാം നീക്കി സുഗമമായി ആൾക്കാർക്ക് എത്രയും വേഗം ഇവിടുന്ന് ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്. ഈ രീതിയിൽ പുലർച്ചെ 4 മണി വരെയോളം എന്നാൽ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ സംഘാടകനായ സലിം എന്ന വ്യക്തി നമ്മളോടൊപ്പം ചേരുകയാണ്. ഏത് രീതിയിലാണ് ഈ പ്രാവശ്യത്തെ ക്രമീകരണങ്ങളെല്ലാം ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്? ഇത്തവണ കഴിഞ്ഞ തവണത്തെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് 5 ലക്ഷത്തോളം പേര് അനൗദ്യോഗികമാകുന്നതാണ് കണക്കാക്കുന്നത്. ഇത്തവണ അതിൽ കൂടുതലുണ്ടാകുന്നതാണ് പ്രതീക്ഷ. കാരണം ഇപ്പം തന്നെ വരാവേമില്ല തിരക്കായി തുടങ്ങിയ ഒരു തങ്ങളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ വലിയ പോലീസിന്റെ വലിയ സുരക്ഷയാണ് ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ തന്നെ ഈ പരേഡ് മൈതാനം, ഇത്രയും വലിയ മൈതാനത്ത് 4 സെഗ്മെന്റായി തിരിച്ചുകൊണ്ടാണ് അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. ഒരാൾക്ക് വിദേശികൾക്ക് ഒരു ഭാഗത്ത്, സ്ത്രീകൾക്ക് അത്തരത്തിൽ. അത് തന്നെയല്ല ഈ നിറഞ്ഞു കൂടാനായിട്ട് സമ്മതിക്കത്തില്ല, അതിനു മുമ്പ് ബ്ലോക്ക് ചെയ്യും. ആ രീതിയിലേക്കാണ് സജ്ജീകരിക്കുന്നത്. ഇത്തവണ എനിക്ക് പപ്പാനിയാണെങ്കിൽ 80 അടി ഉയരമുള്ള പപ്പാനിയാണ്. അപ്പോൾ അതിലും വലിയൊരു പപ്പാനിയുണ്ട്, വളരെ ആകർഷകമായൊരു പപ്പാനിയാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാ രീതിയിലുള്ള ഒരു സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ പ്രത്യേകിച്ച് ഇന്നലെ മുതൽ ഇവിടെ പോലീസ് സ്റ്റഡിയാണ്. ഒരു ആഘോഷമൊക്കെ എപ്പം മുതൽ തുടങ്ങും? രാവിലെ മുന്നേ തന്നെ ആളുകൾ ഇങ്ങോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം DJ പാർട്ടിക്കൊക്കെ വിലക്കുണ്ട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും അത്തരം ആഘോഷങ്ങൾ ഉണ്ടാവുക? സാധാരണ നമ്മൾ നടത്തുന്നത് DJ പാർട്ടിയോടനുബന്ധിച്ചാണ്. മറ്റേ അതിനുശേഷം 12 മണിക്ക് പപ്പയ കത്തിക്കലാണ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ കുറച്ച് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. കാരണം DJ പാർട്ടി ഒഴിവാക്കി ബാക്കി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ആലോചന, ഇത് തീരുമാനം എടുത്തിട്ടില്ല. കാരണം DJ പാർട്ടിയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ശ്രമങ്ങൾ ഇപ്പോഴും സംഘാടകരുടെ ഭാഗത്തുനിന്ന് DJ ഒഴിവാക്കി വേറെ എന്തെങ്കിലും ഒരു ബാൻഡോ അങ്ങനെ എന്തെങ്കിലും ആക്കാനുള്ള ഒരു ശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുക. മറ്റു രീതിയിലുള്ള ഇവിടുത്തെ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ? വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനടക്കം, അല്ലെങ്കിൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ആൾക്കാർക്ക് വെള്ളം, മറ്റ് അത്തരം സംവിധാനങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിനും അതോടൊപ്പം തന്നെ അഗ്നിശമന സേനയുടെ അടക്കമുള്ള ഏത് രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ തവണ ഉണ്ടായ ചെറിയ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ എല്ലാം ഫുൾ സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. കാരണം പോലീസിനെ നേരിട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായി സഹകരിച്ച് ചെയ്തു വരുന്നത്. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ ഇവിടുത്തെ 4 സെഗ്മെന്റ് ഈ പരേഡ് ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടാക്കിയത്. അതുപോലെ പാർക്കിങ്ങിന് പല ഗ്രൗണ്ട് ഉണ്ട്. കൊച്ചിൻ കോളേജ് ഗ്രൗണ്ട് ഉണ്ട്, ഐലൻഡിലെ ഗ്രൗണ്ട് ഉണ്ട്, സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, വാഹനങ്ങളൊക്കെ നേരത്തെ തന്നെ ഒരു 4 മണി മുതൽ തന്നെ വാഹനങ്ങൾക്കുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പുറമെ ഐലൻഡിൽ പാർക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ നിന്ന് ബസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ റോറോ ഒരെണ്ണുണ്ടായുള്ളൂ, അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടായി. ഇത്തവണ 2 റോറോയും ഓടുന്നുണ്ട്. പിന്നെ അതുപോലെ ബസ് സർവീസ്, രാത്രി ബസ് സർവീസ്, ഇത് കഴിഞ്ഞ് പോകുന്നവർക്കുള്ള ബസ് സർവീസിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു മികച്ച വെള്ളം, പിന്നെ കുടിവെള്ളത്തിൻ്റെ സംവിധാനങ്ങളുണ്ട്, ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട്. കഴിഞ്ഞ അങ്ങനെ എത്ര കുറേ പോരായ്മകളുണ്ട്, അതെല്ലാം ഇത്തവണ നികത്തിയിട്ടുണ്ട്.
ഇത് തന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അനുഭവം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്രാവശ്യത്തെ ഈ ന്യൂ ഇയർ ആഘോഷം ഫോർട്ട് കൊച്ചിയിലെ ഈ ഗ്രൗണ്ടിൽ നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പരേഡ് ഗ്രൗണ്ടിൽ ഇത്തരത്തിൽ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ തന്നെ തൊട്ട് അടുത്ത് തന്നെ വലിയ ദൂരത്തിലല്ലാതെ തന്നെ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തും ഇതേ രീതിയിൽ തന്നെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ പപ്പാഞ്ഞിയെ കത്തിക്കരുതെന്ന് സബ് കളക്ടർ കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ആഘോഷങ്ങൾ നടക്കുമ്പോൾ തന്നെ പപ്പാഞ്ഞി കത്തിച്ചുള്ള വർഷങ്ങളായി നടന്നു വരുന്ന രീതിയിലുള്ള ആഘോഷം ഇവിടെയാണ് നടക്കുന്നത്. ആ രീതിയിൽ ഇവിടെയാവും ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തുക എന്ന് തന്നെയാണ് പ്രതീക്ഷ. സുധീഷേ, ഒപ്പം തന്നെ ഈ കൊച്ചിയിലെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ എപ്പോഴും ഈ ലഹരി പദാർത്ഥങ്ങൾ എത്താറുണ്ട്. ലഹരി നുണഞ്ഞുകൊണ്ടുള്ള ഒരു ആഘോഷം അത് ഈ ഒരു അടുത്ത കാലത്തായി കൊച്ചിയുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട്. അതിൻ്റെതായ പല ദുരന്തങ്ങൾ നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഒരു പുതുവർഷ ആഘോഷം കിങ്കേമമാക്കുമ്പോഴും അത് നിയന്ത്രിക്കാനുള്ള ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് എക്സൈസിൻ്റെ ഭാഗത്തു നിന്നായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിട്ടുള്ളത്? KP സുരേഷ് കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചയിലധികമായി തന്നെ കൊച്ചിയിലെ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരം ലഹരി വിനിയോഗം തടയുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് പോലീസും എക്സൈസും റവന്യൂ വകുപ്പും സംയുക്തമായാണ് അത്തരം പരിശോധനകളും മറ്റും നടത്തുന്നത്. അതിൽ ഇപ്പോഴത്തെ രാസലഹരി വസ്തുക്കൾ അടക്കമുള്ളവ പലയിടങ്ങളിൽ നിന്നും പിടികൂടുകയും ചെയ്തു. എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ തടയുന്നതിനുള്ള വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുമെന്ന് പറയുന്നു. ഇതിനെ ഒക്കെ നടക്കുമ്പോഴും ഫോർട്ട് കൊച്ചി അടക്കം കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരം രാസലഹരിയുടെയും മറ്റും വലിയ രീതിയിലുള്ള വ്യാപനം നടക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിൽ മുൻപുണ്ടായ ചില അക്രമ സംഭവങ്ങൾ അടക്കം ഇല്ലെങ്കിൽ ദുരന്തങ്ങൾ അടക്കം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തികൾ തടയുന്നതിനുള്ള കാര്യക്ഷമമായ പ്രവർത്തനം നടക്കുന്നു എന്നാണ് പോലീസും എക്സൈസും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. എന്നാൽ പോലും അതിൻ്റെയൊക്കെ വ്യാപനം നടക്കുക, അതിൻ്റെ ഉപയോഗം നടക്കും എന്ന് തന്നെയുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതൊരു അക്രമത്തിലേക്ക് ഒന്നും പോകാതെ അതിനെ നിയന്ത്രിച്ച് നിർത്താൻ ഇവിടുത്തെ സംഘാടകർക്കും എല്ലാം കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിരവധി ഹോട്ടലുകളിലും എല്ലാം തന്നെ DJ പാർട്ടി രഹസ്യമായി വെച്ചുകൊണ്ടുള്ള ഇത്തരം പാർട്ടികൾ നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊന്നും തന്നെ അനുമതി നൽകിയിട്ടില്ല എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. എന്നാൽ അതൊക്കെ എത്രത്തോളം കാര്യക്ഷമമായി തന്നെ അതിനെ നടപ്പിലാക്കാൻ കഴിയും എന്നതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. KP സുരേഷ്. സുധീഷ്, ഒപ്പം ഈ സുധീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ കൊച്ചിയിലെങ്ങും അതിവിപുലമായ പരിപാടി ഈ ബൊൾഗാട്ടി പാലസിലായി കഴിഞ്ഞാലും ഈ ഫോർട്ട് കൊച്ചിയിലാണെങ്കിലും വലിയ ആഘോഷങ്ങളുടെ പാട്ടും മാരവങ്ങളും അങ്ങനെയുള്ള വലിയ ആഘോഷങ്ങളാണ്. സുധീഷ് എങ്ങനെയാണ് ഈ 2024 വരവേൽക്കാനുള്ള ആഘോഷ പരിപാടികളിൽ പങ്കുചേരുന്നത്? വൈകിട്ട് എന്താണ് പരിപാടി? വൈകിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഒത്തുകൂടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇന്ന് രാവിലത്തെ ഡ്യൂട്ടി എടുത്ത് ഇവിടേക്ക് എത്തിയത്. ഇവിടുത്തെ ജോലികൾ എത്രയും വേഗം തീർക്കുക, ആഘോഷങ്ങളിലേക്ക് പങ്കുചേരുക എന്നത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതുപോലെ ജനം TV-യിലെ എല്ലാ പ്രേക്ഷകർക്കും, നമ്മുടെ ജീവനക്കാർക്കും, നമ്മുടെ എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാവർക്കും ഒരു നല്ല നവവത്സരം ആശംസിക്കുകയാണ്. പുതുവർഷം ഇത്തരം ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അക്രമങ്ങളുടെ ഒരു വർഷമാണ് കൊച്ചിക്ക്. കാരണം നിരവധി നമ്മുടെ എല്ലാം മനസാക്ഷി ഞെട്ടിക്കുന്നതടക്കമുള്ള ഒത്തിരി ആലുവ കൊലപാതകം അടക്കമുള്ള വലിയ രീതിയിലുള്ള നമ്മളെ ഞെട്ടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കളമശ്ശേരിയിലെ സ്ഫോടനമാകട്ടെ, ഇത്തരം നിരവധി സംഭവങ്ങൾ. അപ്പം അത്തരം വാർത്തകൾ ആവരുത് അടുത്ത വർഷം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയേണ്ടതെന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അത്തരത്തിൽ നല്ലൊരു വർഷം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. KP സുരേഷ്. സുധീഷ് പറഞ്ഞതുപോലെ തന്നെ വൈകിട്ട് നാട്ടിലേക്ക് എത്തി ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ കഴിയട്ടെ, ആഘോഷങ്ങൾ തിമിർക്കട്ടെ. സുധീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ 2023 സുധീഷിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷമാണെന്ന് എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടുതൽ നല്ലൊരു വർഷമാകട്ടെ, നാളെ ഒരു നല്ല ശുഭദിനം പുലരട്ടെ, നല്ലൊരു കാലം, നല്ലൊരു വർഷം പുലരട്ടെ എന്ന് ആശംസിക്കുകയുമാണ് സുധീഷ്. അതായത് സുരേഷ് ഗോപാലാണ് മധ്യകേരളത്തിൽ, പ്രത്യേകിച്ച് കൊച്ചിയിലെ ഈ പുതുവർഷ ആഘോഷങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.